ഇതൊക്കെ നമസ്കാരമുണ്ടേ. മജീദ്ക്ക, ഈ അക്വാപോണിക്സ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ കാലമായി നമ്മുടെ അബ്ദുൾ റഷീദ് ഭായിയുടെ തൃശ്ശൂരിലെ സ്ഥിരമായിട്ട് അദ്ദേഹം ഇടുന്ന അക്വാപോണിക്സിൻ്റെ വിവരണങ്ങളും അതിൻ്റെ വീഡിയോകളും കേൾക്കാറുണ്ടായിരുന്നു. ഒരു തവണ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം ഇത് മറ്റ് പുറത്തു പോയിട്ട് ചെയ്തു കൊടുക്കാറില്ലെന്നും അതേ അവസരത്തിൽ വീട്ടിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം വീഡിയോ ചെയ്യാറുണ്ട്. അതിനിടയിലാണ് ഒരു ദിവസം ഞാൻ ഓഷ്യൻ അക്വാപോണിക്സിൻ്റെ ഒരു വീഡിയോ കാണുന്നത്. അതിൽ കണ്ട നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ മിസ്റ്റർ അനൂപ് ഉടനെ അതിന് പ്രതികരിക്കുകയും 2-3 തവണ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് ബന്ധപ്പെട്ടപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സഹകരണം ഉണ്ടല്ലോ, എന്നെ വെച്ചിടത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഒരിക്കലും വിളിച്ചപ്പോൾ താങ്കൾ ചങ്ങനാശ്ശേരി ഉണ്ടായിരുന്നത്, ഒരിക്കൽ വിളിച്ചപ്പോൾ ആലപ്പുഴ മറ്റും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് ഇത്രയും പെട്ടെന്ന് വരും എന്ന് വിചാരിച്ചില്ല. അത് ഈയൊരു താങ്കളുടെ ഒരു ഫോളോ അപ്പ് കൂടിയാണ് ഇത് പെട്ടെന്ന് എനിക്ക് സാധ്യമായത്. ഏതായാലും വിഷരഹിതമായ പച്ചക്കറിയും മത്സ്യങ്ങളും അത് കഴിക്കുക എന്നുള്ള, പ്രത്യേകിച്ച് റഷീദ് ഭായിയുടെ ആ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാതെ ഇൻസ്പിറേഷൻ ഉണ്ടാവും. കാരണം നല്ല നൊസ്റ്റാൾജിയ ഉണ്ട്. പിന്നെ ചെറുപ്പം മുതലേ മത്സ്യം പിടിക്കാൻ പോക്കൊക്കെ നമ്മുടെ ഒരു പാഷനായിരുന്നു. അതെ, ഇപ്പോൾ കുറച്ച് ഒരു ഫ്രീ ടൈമുള്ള സമയത്ത് കുറച്ചുകൂടെ ഇതിൽ ഇൻവോൾവ് ആകുമെന്ന്, പിന്നെ മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ, കാരണം നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഇതൊരു മോഡലാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അതും നല്ലതല്ലേ എന്നുള്ളൊരു ആലോചനയും, കൂടാതെ ഇതിൻ്റെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ്, നമ്മുടെ ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള എളുപ്പമായ വഴികളും ഇതിനോടൊപ്പം ഉണ്ട്. അത് മത്സ്യത്തിൻ്റെ ഭക്ഷണമാവുകയും ആ ഭക്ഷണത്തിൽ നിന്ന് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഇതെല്ലാവരും പിന്തുടരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അടിപൊളി. താങ്ക് യു.